ദിവസങ്ങൾ മെല്ലെ തെന്നി നീങ്ങുമ്പോൾ ഗൗരി ശിവയുമായി കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു എങ്കിൽ പതിവിൽ നിന്ന് ശിവ അവളിൽ നിന്നൊരകലം പാലിക്കുകയായിരുന്നു ചെയ്തത്. ആദ്യമൊന്നും അവളത് കാര്യമാക്കിയില്ല എങ്കിലും പോകെ പോകെ ഗൗരിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൾ അത് തൻ്റെ മനസ്സിൽ വയ്ക്കാതെ ശിവയോട് തുറന്നു ചോദിക്കുകയും ചെയ്തു. എന്നാൽ ശിവ അവൾക്കുള്ള മറുപടി കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഗൗരിക്കെന്തോ അവളുടെ ഈ പെരുമാറ്റം ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒടുവിൽ വേറെ വഴിയില്ലാതെ അവളത് ത്രിലോകിനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഗൗരി ത്രിലോകിന്റെ റൂമിലേക്ക് വരുമ്പോൾ അവൻ റൂമിൽ ഉണ്ടായിരുന്നില്ല. അതും കൂടെ ആയതും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ ഗൗരി റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ത്രിലോക് അവിടേക്ക് വരുന്നത്. പെട്ടെന്ന് അവനെ മുന്നിൽ കണ്ട് ഗൗരി ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ത്രിലോക് നേരിയ ഞെട്ടലോടെ അവളെ ചേർത്ത് പിടിച്ചു. എന്താ ഗൗരി, നീ എന്തിനാ കരയണേ? കാര്യം എന്താന്ന് പറയുന്നേ? ത്രിലോക് അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാൽ അവനെ മിഴികൾ ഉയർത്തി നോക്കി. നിനക്കറിയില്ല നന്ദേട്ടാ, എന്താ കാര്യമെന്ന്. ശിവൂട്ടൻ എന്നോട് മിണ്ടണില്ല. എന്നെ കാണുമ്പോൾ മാറി നടക്കാ. എൻ്റെ കുട്ടി എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറണതല്ല. പക്ഷേ എന്താന്നറിയണില്ല. ബാക്കി പറയാൻ കഴിയാതെ അവൾ വീണ്ടും വിതുമ്പുമ്പോൾ ത്രിലോക് ദേഷ്യത്തോടെയാണ് അവളെ നോക്കിയത്. ഈ ചെറിയ കാര്യത്തിനാണോ ഗൗരി നീ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത്? അവൾ മിണ്ടിയില്ല എങ്കിൽ നിനക്ക് രാത്രി ആഹാരം ഇറങ്ങില്ലേ? നീ എന്തിനാ ഇങ്ങനെ അവളുടെ പുറകെ നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഗൗരി. ആ അഹങ്കാരമാണ് അവൾക്ക്. നീ പുറകെ ചെല്ലും എന്നുള്ള അഹങ്കാരം. അവളുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് അവൻ തന്റെ പ്രതിഷേധം അറിയിക്കുമ്പോൾ ഗൗരിയുടെ സങ്കടം ഇരട്ടിക്കുകയാണ് ചെയ്തത്. ചായാനൊരു തോൾ ആഗ്രഹിച്ചു വന്ന അവൾക്ക് നേരെ വന്ന അവഗണന എന്തോ അത്രമേൽ വേദനിപ്പിക്കുന്ന പോലെ. എന്താ ഏട്ടാ, എന്താ ഇവിടെ പ്രശ്നം? നിങ്ങളുടെ ശബ്ദമങ്ങ് പുറത്ത് കേൾക്കാലോ. പുറത്തുനിന്ന് ആദി അകത്തേക്ക് കയറി വരുമ്പോൾ ഒരു വേള ത്രിലോകിന്റെ ശ്രദ്ധ അവന് നേരെയായി. എന്നാൽ അവനെ കണ്ട് ഗൗരി വേഗം മുഖം താഴ്ത്തി. ഗൗരി എന്തിനാ കരയണേ? എന്താ ഏട്ടാ കാര്യം? അവളുടെ ശിവൂട്ടൻ മിണ്ടണില്ല പോലും. അതിനാ ഈ കിടന്നു മോങ്ങുന്നത്. നാശം, ഒരു സമാധാനവും തരില്ല മനുഷ്യന്. ശിവയെ ഉദ്ദേശിച്ചാണ് ത്രിലോക് അത് പറഞ്ഞത് എങ്കിലും കേട്ടുനിന്ന ഗൗരിക്ക് അത് തന്നോടാണെന്ന പോലെയാണ് തോന്നിയത്. അതിനാൽ ഒരു ഞെട്ടൽ അവളുടെ മുഖത്തുളവാകുകയും ചെയ്തു. എന്നാൽ ഇത് കണ്ട ആദിയുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു. ഗൗരി നീ? ത്രിലോക് വീണ്ടും എന്തോ പറയാനായി തിരിഞ്ഞതും ഗൗരി കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതും ഒന്നിച്ചായിരുന്നു. അത് കാണുക അവനിൽ എവിടെ നിന്നോ അറിയാതെ ദേഷ്യം നിറഞ്ഞു പൊന്തുകയാണ് ചെയ്തത്. ഛേ, കയ്യിലിരുന്ന ഫോൺ അവൻ ദേഷ്യത്തിൽ നിലത്തേക്ക് എറിഞ്ഞുടയ്ക്കുമ്പോൾ ആദി അത് നോക്കി നിന്നു. പണ്ട് മുതൽക്കേ ത്രിലോകിന്റെ ഈ ദേഷ്യം കാണുന്നത് കൊണ്ട് തന്നെ ആദിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നതാണ് സത്യം. ദേഷ്യവും വാശിയും അത് അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നവയാണ്. മുന്നിൽ നിൽക്കുന്നത് ആരായാലും മുഖം നോക്കാതെ പെരുമാറും. അവിടെ ഒരു ബന്ധവും അവനെ ബാധിക്കുന്നതല്ല. അതാണ് ത്രിലോക്നാഥ്. അവന് അവൻ്റെതായ ശരികളുണ്ട്. ആർക്കു വേണ്ടിയും മാറ്റാൻ ശ്രമിക്കാത്ത അടിയുറച്ച ശരികൾ. അമ്മ എന്താ വിളിപ്പിച്ചത്? രാത്രി അത്താഴം കഴിഞ്ഞ് സാവിത്രി അമ്മയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും ഹാളിലെത്തിയതാണ്. സാവിത്രി അമ്മ മാത്രമല്ല, വാര്യരും ഉണ്ടായിരുന്നു അവർക്കൊപ്പം. മറ്റൊന്നുമില്ല, നാളെ കാവിലെ പ്രതിഷ്ഠാപൂജയാണ്. എല്ലാവരും അതിരാവിലെയും സന്ധ്യയ്ക്കും മുടക്കൊന്നുമില്ലാതെ അങ്ങ് എത്തിയേക്കണം. പുറകെ നടന്ന് വിളിക്കാനൊന്നും നിക്ക് വയ്യ. മക്കളോട് മാത്രമല്ല, ചെറുമക്കളോടും കൂടിയാ ഈ പറയണേ. എല്ലാവരെയും ഒന്ന് നോക്കി അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ അല്പം മാറി നിൽക്കുന്ന ധ്രുവിന്റെ നേർക്കും പതിഞ്ഞു. തന്നോടുകൂടെയാണ് ആ പറഞ്ഞത് എന്ന് മനസ്സിലാക്കി മറുപടിയായി അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നേരെ നോക്കിയത് മിഴികൾ പോലും ചലിപ്പിക്കാതെ ത്രിലോകിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിൽക്കുന്ന ശിവയ്ക്ക് നേരെയാണ്. അത് കാണുക അവൻ വേഗം അവളിൽ നിന്ന് നോട്ടം മാറ്റി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്നത്തെ രാത്രി എത്ര തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ടും ധ്രുവിന് ഉറങ്ങാൻ പോയിട്ട് തൻ്റെ കണ്ണുകളൊന്നും അടയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. കണ്ണുകൾ അടയ്ക്കുമ്പോൾ മുന്നിൽ കുളത്തിൽ മുങ്ങിത്താഴുന്ന ശിവയുടെ രൂപമാണ് ഉള്ളിൽ തെളിഞ്ഞു വരുന്നത്. കാതുകളിൽ ശിവയുടെ ഏങ്ങലടികൾ ഉയർന്ന വാക്കുകൾ കൂടെ മുഴങ്ങുമ്പോൾ ഞെട്ടലോടെ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ധ്രുവ്. ഈശ്വര, ഞാൻ ഇനി എന്താ ചെയ്യുക? ശിവ, അവൾ എന്തെങ്കിലും അബദ്ധം കാട്ടുവോ? പേടിയാണ് ഓരോ നിമിഷവും. ഇന്ന് തനിക്ക് മുന്നിൽ പോലും ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചവൾ താനില്ലാത്ത സമയം. അത്രമാത്രം ഓർക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. നെഞ്ചിനെ വരിഞ്ഞു മുറുക്കുന്ന പിടപ്പിൽ ധ്രുവ് എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് നടന്നു. അടഞ്ഞുകിടന്ന പാളി തുറന്ന് ആ ഇരുട്ടിലേക്ക് കണ്ണുറപ്പിക്കുമ്പോൾ കലുഷിതമായിരുന്നു അവന്റെ മനസ്സ്. നീ എന്താ പെണ്ണെ എന്റെ സ്നേഹം കാണാൻ ശ്രമിക്കാത്തത്? നീ ത്രിലോകിനെ സ്നേഹിക്കുന്നതിന്റെ 100 ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ശിവ. എന്റെ ഹൃദയമെടുപ്പ് പോലും നിനക്ക് വേണ്ടിയാണ് പെണ്ണെ. എന്നിട്ടും എന്തേ നീ അത് തിരിച്ചറിയുന്നില്ല? നിറഞ്ഞു വരുന്ന കണ്ണുകൾ ഇടം കൈയാൽ തുടച്ചു മാറ്റിക്കൊണ്ട് ആ ജനൽ കമ്പികളിൽ മുറുകെ പിടിച്ചു നിന്നു. ഞാൻ വേദനിച്ചാലും സാരമില്ല ശിവ, നിന്റെ ഇഷ്ടം നേടിത്തരും ഞാൻ. ഈ ജന്മം നിന്നെ എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതിക്കോളാം ഞാൻ.
ചുണ്ടിൽ വിരിഞ്ഞ വരണ്ട പുഞ്ചിരിയോടെ അവൻ ഓർക്കുമ്പോൾ ഒരു ചെറു തെന്നൽ അവനിലേക്ക് വീശിയടിച്ചു. പിറ്റേന്ന് സാവിത്രിയമ്മ പറഞ്ഞ പ്രകാരം എല്ലാവരും അതിരാവിലെ തന്നെ കാവിലേക്ക് പുറപ്പെട്ടു. എന്നും തന്റെ ജീവിതത്തിലെ സ്ഥാനം അടുക്കളയ്ക്ക് ആയതുകൊണ്ട് തന്നെ ജോലിക്ക് നിൽക്കുന്ന വനജ ചേച്ചിയെ സഹായിച്ച് ഒരുവിധം ജോലിയെല്ലാം ഒതുക്കിയ ശേഷമാണ് ശിവ കാവിലേക്ക് പോകാനായി ഇറങ്ങിയത്. കുളി കഴിഞ്ഞിറങ്ങി അവൾ കയ്യിൽ തടഞ്ഞ ഒരു പട്ടുപാവാട എടുത്ത് അണിഞ്ഞുകൊണ്ട് മുടി കുളിപ്പിന്നൽ കെട്ടിയിട്ടു. പ്രത്യേകിച്ച് ഒരുക്കമൊന്നും പതിവില്ലാത്തത് കൊണ്ട് തന്നെ നെറ്റിയിൽ ഒരു പൊട്ടും വെച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങി. ശിവൂട്ടാ. മുറിയിൽ നിന്ന് ഇറങ്ങി ഉമ്മറത്തേക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് അവൾ ഗൗരിയുടെ ശബ്ദം കേൾക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തനിക്കടുത്തേക്ക് നടന്നു വരുന്നവളെ. ഒരു വേള ഗൗരിയെ കണ്ട് ശിവയുടെ കണ്ണുകൾ പോലും ഒന്ന് വിടർന്നുപോയി. മാമ്പഴ മഞ്ഞ നിറത്തിൽ പച്ച വർക്ക് വരുന്ന ധാവണിയാണ് അവൾ ഉടുത്തിരിക്കുന്നത്. അഴിച്ചിട്ടിരിക്കുന്ന മുടിയും കാതിൽ തൂങ്ങിയാടുന്ന പച്ചക്കല്ല് പതിപ്പിച്ച ജിമിക്കയും ചുണ്ടിലെ പുഞ്ചിരിയും അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുമ്പോൾ ശിവ സ്വയം തന്നെ ഒന്ന് നോക്കി. ഗൗരിയുടെ കൂടെ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ലെന്ന് സ്വയം തിരിച്ചറിയുകയായിരുന്നു ശിവ ആ നിമിഷം. നീ എന്തിനാ പെണ്ണെ ഈ ആലോചിക്കണേ? വാ, കാവിലേക്ക് പോകണ്ടേ? അതും പറഞ്ഞ് ഗൗരി അവളുടെ കൈകളിൽ പിടുത്തം വിട്ടുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ എന്തുകൊണ്ടോ അവളുടെ ആ പ്രവൃത്തിയെ എതിർക്കാൻ ശിവയ്ക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ ശിവ അവൾക്കൊപ്പം നടന്നു. ഗൗരിയിലും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ആ നിമിഷം. ശിവ തന്നോട് അകന്നു എന്ന് തോന്നിയത് തൻ്റെ വെറുമൊരു സംശയമായി തള്ളിയവൾ. കാവിലേക്ക് അടുക്കുമ്പോഴേ കണ്ടു കൂടി നിൽക്കുന്ന കുടുംബാംഗങ്ങളെ. പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒന്നിലധികം പൂജാരിമാരുമുണ്ട്. മേൽശാന്തിയും കീഴ്ശാന്തിയും എന്നിങ്ങനെ. ഗൗരി ശിവയെയും കൊണ്ട് സാവിത്രി അമ്മയുടെ അരികിലേക്കാണ് പോയി നിന്നത്. അതോടൊപ്പം കൈകൾ ശിവയിൽ നിന്ന് പിൻവലിച്ച് യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയിലേക്ക് നോക്കി കൈകൾ കൂപ്പുമ്പോൾ ശിവയുടെ മിഴികൾ പോയത് തനിക്ക് എതിർവശത്ത് നിൽക്കുന്ന ത്രിലോകിലാണ്. കണ്ണുകൾ വിടർത്തി നോക്കി അവൾ അവനെ. കടും പച്ച നിറത്തിലുള്ള ചെക്ക് ഷർട്ടും മുണ്ടും അവന് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. നെറ്റിയിലെ മഞ്ഞളും കുങ്കുമവും കൊണ്ടുള്ള കുറിയും മുണ്ടും മടക്കി കുത്തിയുള്ള ആ നിൽപ്പും സ്വയം മറന്ന് അവൾ നോക്കി നിൽക്കുമ്പോൾ ത്രിലോകിന്റെ കണ്ണുകൾ പ്രണയത്തോടെ പാറി പറന്നത് ഗൗരിയിലായിരുന്നു. അത് തിരിച്ചറിയാൻ ശിവയ്ക്ക് അധികം നേരം പോലും വേണ്ടി വന്നില്ല. ഒരു വേള അവളുടെ നെഞ്ചൊന്നു പിടഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു വന്നു. എല്ലാവരും വന്ന് തൊഴുതോളൂ. ആരതി ഒഴിഞ്ഞ കർപ്പൂര ദീപം കീഴ്ശാന്തി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരായി വന്ന് തൊഴുതു. അവർക്കൊപ്പം ഗൗരിയും ശിവയും ഉണ്ടായിരുന്നു. ഗൗരിക്ക് പിന്നിലായാണ് ശിവ നിന്നത്. എന്നാൽ ഗൗരി തൊഴാനായി മുന്നോട്ട് വരുമ്പോഴാണ് അവൾക്കൊപ്പം ത്രിലോകും മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഒന്നിച്ചു തൊഴേണ്ടി വന്നു. ഗൗരിയിൽ അതൊരു ചെറു പുഞ്ചിരി വിരിയിച്ചുവെങ്കിലും അവനെ ഒന്ന് നോക്കാനോ ആ സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കാനോ അവൾ കൂട്ടാക്കിയില്ല. ത്രിലോക് ആരും കാണാതെ മെല്ലെ അവളുടെ വലം കൈയിൽ ഒന്ന് നുള്ളുമ്പോൾ ഗൗരി മുഖമുയർത്തി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അതിനു മറുപടിയായി അവൻ അവളെ നോക്കി സൈറ്റടിച്ച് കാണിക്കുമ്പോൾ ഗൗരിയുടെ മുഖത്തേക്ക് വല്ലാത്തൊരു നാണം വന്നു പൊതിഞ്ഞു. അത് അവനിൽ നിന്ന് മറയ്ക്കാനെന്നോണം അവൾ വേഗത്തിൽ തിരിഞ്ഞു നടക്കുമ്പോൾ ത്രിലോകും അവൾക്ക് പിന്നാലെ പോയി. കണ്ണുകൾ നിറഞ്ഞ് കാഴ്ചയെ മറയ്ക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ചോര പൊടിയുന്നതായി തോന്നി ശിവയ്ക്ക്. പ്രാണനായി നെഞ്ചിൽ കൊണ്ട് നടക്കുന്നവൻ മറ്റൊരാളോടൊപ്പം പ്രണയനിമിഷം കൈമാറുന്നത് സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു അവളിൽ. മുന്നിലെ യക്ഷിയമ്മ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ മിഴികൾ അർപ്പിച്ച് ആ കർപ്പൂര ദീപം തൊഴുമ്പോൾ ചുറ്റും വിസ്മരിച്ച കൂട്ടത്തിൽ ആ തീനാളത്തെയും അവൾ മറന്നു. കയ്യിലേക്ക് അടിച്ചു കയറിയ അഗ്നിയിൽ ശിവയുടെ മിഴികൾ പിടഞ്ഞു. യാതൊരു ഞെട്ടലുമില്ലാതെ അവൾ കൈകൾ പിൻവലിച്ചു പിന്തിരിഞ്ഞു നടക്കുമ്പോൾ കീഴ്ശാന്തി പോലും അവളെ അമ്പരപ്പോടെ നോക്കി. നന്ദേട്ടാ, എന്തായി കാട്ടണേ? കയ്യിൽ നിന്ന് വിടുന്നുണ്ടോ? ഗൗരിയുടെ കൈയും പിടിച്ച് വലിച്ചു മുന്നോട്ട് നടക്കുമ്പോൾ ത്രിലോകിന്റെ കയ്യിൽ നിന്ന് തൻ്റെ കൈയെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഗൗരി. എന്നാൽ അവന്റെ ബലമായ പിടുത്തത്തിനു മുന്നിൽ നിരാശയായിരുന്നു ഫലം. ഒടുവിൽ അവൻ അവളെയും കൊണ്ട് കാവിൽ നിന്ന് ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്തേക്ക് നീങ്ങി നിന്നു. നിനക്കെന്താ ഗൗരി, എന്നെ കണ്ണിൽ പിടിക്കണില്ലേ? അതോ എന്നെക്കാൾ യോഗ്യനായ മറ്റാരെങ്കിലും കിട്ടിയോ നിനക്ക്? അവളുടെ കണ്ണുകളിലേക്ക് നോട്ടമറിഞ്ഞുകൊണ്ട് അവൻ കാഠിന്യം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുമ്പോൾ ഗൗരിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അത് കാണുക ത്രിലോകന് എവിടെ നിന്നൊക്കെയോ ദേഷ്യം ഇരച്ചു കയറി. എന്ത് ചോദിച്ചാലും നിനക്ക് ഈ മോങ്ങൽ മാത്രമേ ഉള്ളോ ഗൗരി? അവളുടെ കൂടെ കൂടി വേണ്ടാത്ത എല്ലാ ശീലവും പഠിച്ചു വെച്ചേക്കുവാ നീ അല്ലേ? നന്ദേട്ടൻ എന്നെ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ, പക്ഷെ എൻ്റെ കുട്ടിയെ ഒന്നും പറയരുത്. നീരസം കലർന്ന അവളുടെ വാക്കുകളിൽ ത്രിലോക് കലിയോടെ അവളെ ഒന്ന് നോക്കി. ശേഷം അവിടെ നിന്ന് പോകാനൊരുങ്ങിയതും ഗൗരി വേഗം അവന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി. കൈ എടുക്കടി പുല്ലേ. ശബ്ദം താഴ്ത്തിയാണെങ്കിലും അതിൽ നിറഞ്ഞു നിന്ന കോപാഗ്നി അവളിൽ ഒരാളലായി രൂപപ്പെടുമ്പോൾ യാന്ത്രികമായി അവളുടെ കൈകൾ അവനിൽ നിന്ന് അയഞ്ഞു. ഇനി എൻ്റെ മുന്നിൽ കണ്ടുപോരുത് നിന്നെ. നിനക്ക് വേണ്ടത് അവളെയല്ലേ? എന്നേക്കാൾ പ്രാധാന്യം നിന്റെ ജീവിതത്തിൽ അവൾക്കല്ലേ? പൊട്ടിത്തെറിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഗൗരി വേഗം അവന്റെ മുന്നിലേക്ക് കയറി നിന്നു. പിണങ്ങല്ലേ നന്ദേട്ടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ.
എൻ്റെ നന്ദേട്ടനോടും വലുതല്ല ഈ ഗൗരിക്ക് മറ്റാരും. അതറിയില്ലേ എൻ്റെ നന്ദേട്ടന്? പിന്നെ എന്തിനാ ഇങ്ങനെ? എനിക്കൊന്നും കേൾക്കണ്ട, മുന്നിൽ നിന്ന് മാറടി. അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നിൽക്കാതെ അവളെ സൈഡിലേക്ക് തള്ളിമാറ്റിക്കൊണ്ട് മുന്നോട്ടു പായുമ്പോൾ ഗൗരി പിന്നിലേക്ക് വേച്ചുപോയി. ഗൗരി! ധ്രുവിൻ്റെ കൈകൾ അവളെ താങ്ങി നിർത്തുമ്പോൾ ഗൗരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവളുടെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവ് അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ അവൻ്റെ മനസ്സിൽ ഒരു കടൽ തന്നെ ഇരമ്പുന്നുണ്ടായിരുന്നു. കാവിൽ നിന്ന് തന്നോട് ദേഷ്യപ്പെട്ടു പോയതിൽ പിന്നെ ത്രിലോകിനെ ഗൗരി കണ്ടതേയില്ല. നേരിയ വാശി ഉള്ളിൽ ഉള്ളതുകൊണ്ട് അവളായി തന്നെ അവനെ കാണാനും ശ്രമിച്ചില്ല. ഗൗരി അന്നത്തെ ദിവസം മുഴുവൻ ശിവയോടൊപ്പം തന്നെയായിരുന്നു. ഉള്ളിലെ വേദനകളെല്ലാം തൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി ശിവ അവൾക്ക് മുന്നിൽ സന്തോഷത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു. കാവിൽ നിന്ന് വന്ന എല്ലാവരും ഉമ്മറത്തിരിക്കുമ്പോഴാണ് വനജയോടൊപ്പം അവർക്ക് എല്ലാവർക്കുമുള്ള ചായയും കൊണ്ട് ശിവയും പുറത്തേക്ക് വന്നത്. ത്രിലോക് ഒഴികെ ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. വനജ ഓരോരുത്തർക്കായി കൊടുത്തുകൊണ്ട് പിന്നിലേക്ക് മാറുമ്പോൾ ബാക്കി ശിവയാണ് കൊടുത്തത്. കൈവരിപ്പടിയിലിരിക്കുന്ന അഭിയുടെയും ആദിയുടെയും അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയ ശിവ പെട്ടെന്നാണ് ഇഷയുടെ കാലിൽ തട്ടി മുന്നോട്ടാഞ്ഞത്. അതുമൂലം കയ്യിലിരുന്ന ഗ്ലാസുകൾ മറിഞ്ഞു ചായ നിലത്തേക്ക് തൂവി. നിലത്തേക്ക് മാത്രമല്ല, അടുത്തിരുന്ന പല്ലവിയുടെ കയ്യിലും അത് തട്ടിത്തെറിക്കുമ്പോൾ അത്യാവശ്യം ചൂടുള്ളത് കൊണ്ട് തന്നെ അവളിൽ നിന്ന് വേദനയിൽ കുതിർന്ന ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടി. "ഇടി അസത്തെ, എന്താടി നീ കാണിച്ചേ?" പല്ലവി ചാടി എഴുന്നേറ്റ് ശിവയുടെ കവിളിൽ ആഞ്ഞടിക്കുമ്പോൾ പിന്നിലേക്ക് വേച്ചുപോയി അവൾ. "പവി!" സാവിത്രിയമ്മയുടെ ശബ്ദം അവിടെ ഉയരുമ്പോൾ ഒരു വേള പവി ഞെട്ടലോടെ അവരെ നോക്കി. എന്നാൽ ശിവ അപ്പോഴും കവിളിൽ കൈവച്ച് നിറഞ്ഞു വരുന്ന കണ്ണുകൾ എല്ലാവരിൽ നിന്ന് മറയ്ക്കാനെന്നോണം മുഖം താഴ്ത്തി നിന്നു. "നീ എന്തായി കാട്ടിയേ? നീ എന്തിനാ എൻ്റെ കുട്ടിയെ തല്ലിയേ?" അവർ അവൾക്ക് നേരെ ചീറി. "അമ്മ കണ്ടില്ലേ അവൾ എന്താ കാട്ടിയെന്ന്? ദേ നോക്ക്, എൻ്റെ കുട്ടിയുടെ കൈ പൊള്ളി. ഈശ്വരാ, നല്ല പൊള്ളിയിട്ടുണ്ട്. ഇവൾക്കെന്താ കണ്ണ് കാണില്ലേ? എല്ലാവരെയും കൊല്ലാൻ ഇറങ്ങിയിരിക്കുക നാശം പിടിച്ചവൾ. നിന്ന് പൂങ്കണ്ണീര് ഒഴുക്കാതെ കയറിപ്പോടി അകത്ത്." അറിവ് വെച്ച കാലം മുതൽ അനുഭവിക്കുന്ന അവഗണന ആയതുകൊണ്ട് തന്നെ അവളിൽ പ്രത്യേകിച്ച് വേദനയൊന്നും തോന്നിയിരുന്നില്ല. ആകെ ഒരു മരവിപ്പ് മാത്രം. മെല്ലെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ തന്നെ നോവോടെ നോക്കി നിൽക്കുന്ന ഗൗരിക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ ഉള്ളിലേക്ക് വലിഞ്ഞു. "എന്ത് ദുഷ്ട മനസ്സാ വിനീതേ നിന്റെ! ആദ്യം രക്തബന്ധത്തെ കളഞ്ഞു, പിന്നെ സ്വന്തം മോളെയും. എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ പെരുമാറാൻ? നൊന്ത് പ്രസവിച്ചതല്ലേ നീ അവളെ? പേറ്റുനോവ് അറിഞ്ഞവളല്ലേ നീ? എന്നിട്ടും..." സാവിത്രിയമ്മ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുമ്പോൾ വിനീത ഇതൊന്നും തന്നെ അല്ല എന്ന ഭാവത്തിലായിരുന്നു. "ഈ കാണുന്ന സ്വത്തും പ്രതാപവും കണ്ടാണ് നിന്റെ ഈ അഹങ്കാരമെങ്കിൽ ഒന്ന് ഓർത്തോ, എല്ലാം നശിക്കാൻ ഒരു നിമിഷം മതി. മുകളിലിരിക്കുന്നവൻ വിചാരിച്ചാൽ തീരും നിന്റെ ഈ പണത്തിൻ്റെ അഹങ്കാരവും മറ്റുള്ളവരോടുള്ള പുച്ഛവും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നേ." അത്രയും പറഞ്ഞുകൊണ്ടവർ അകത്തേക്ക് പോകുമ്പോൾ വിനീത മുഖത്തടി കിട്ടിയതുപോലെ നിന്നു. വൈകുന്നേരം പൂജ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ തന്നെ റെഡിയായി കാവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പതിവിന് വിപരീതമായി ശിവ ജോലിയൊക്കെ നേരത്തെ ഒതുക്കി കുളിച്ച് റെഡിയായി ഇറങ്ങി. കാവിലേക്ക് പോകാനായി ഉമ്മറത്തെ മുറ്റത്ത് ഗൗരിയെയും കാത്ത് നിൽക്കുകയാണ് അവൾ. "ശിവൂട്ടാ!" പുറകിൽ നിന്ന് കേട്ട ഗൗരിയുടെ ശബ്ദത്തിൽ അവളൊന്ന് തിരിഞ്ഞു നോക്കി. കണ്ണുകൾ ചുവന്ന് കലങ്ങി വീർത്ത മുഖത്തോടെ വരുന്നവളെ കണ്ട് ശിവയുടെ കണ്ണുകൾ കുറുകി. "എന്താ ഗൗരിയച്ചേ, മുഖം വല്ലാണ്ടിരിക്കണേ? ചേച്ചി കരഞ്ഞോ?" ശിവ സംശയം നിറച്ച് അത് ചോദിക്കുമ്പോൾ ഗൗരിയുടെ മുഖം വിതുമ്പലോടെ താണു. "എന്നെ ഭയപ്പെടുത്താതെ കാര്യം എന്താണെന്ന് പറയണുണ്ടോ ഗൗരിയച്ചിയെ?" ഇത്തവണ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് ഉലച്ചുകൊണ്ടായിരുന്നു ശിവയുടെ ചോദ്യം. അതിന് മറുപടി പറയാതെ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിവയെ മുറുകെ കെട്ടിപ്പിടിക്കുമ്പോൾ അവളുടെ ആ ഭാവത്തിലും പ്രവൃത്തിയിലും ശിവ ഞെട്ടലോടെ നിന്നുപോയി. മണിക്കൂറുകൾക്ക് മുന്നേ ത്രിലോകിന്റെ അടുത്തേക്ക് പോകേണ്ട എന്ന് മനസ്സിനെ എത്ര പറഞ്ഞു പഠിപ്പിച്ചിട്ടും ഗൗരിയെ കൊണ്ട് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവൾ ഇരിപ്പുറയ്ക്കാതെ രണ്ടും കൽപ്പിച്ച് അവൻ്റെ റൂമിലേക്ക് പോയി. ഡോർ ലോക്കാകും എന്ന് കരുതിയെങ്കിലും പ്രതീക്ഷകൾക്ക് വിപരീതമായി ഡോർ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അല്പം ഭയത്തോടെയാണെങ്കിലും അവൾ മെല്ലെ അകത്തേക്ക് കയറി. ആ വലിയ റൂമിൻ്റെ കോർണർ സൈഡിലെ ടേബിളിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തിരിക്കുകയാണ് ത്രിലോക്. വായുവിൽ പറക്കുന്ന പുക കണ്ട് ഗൗരിയുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. "നന്ദേട്ടാ!" പെട്ടെന്ന് നിശബ്ദത നിറഞ്ഞു വരുന്ന ഇടത്ത് അവളുടെ ശബ്ദം ഉയരുമ്പോൾ ത്രിലോക് നേരിയ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എന്നാൽ മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവനിൽ നിറഞ്ഞത് ദേഷ്യമായിരുന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ഗൗരി അവനെയും അവൻ്റെ ഇടത്ത് കയ്യിലിരിക്കുന്ന സിഗരറ്റിനെയും കണ്ണുകൾ കൂർപ്പിച്ച് മാറി മാറി നോക്കി. "എന്ന് തുടങ്ങി പുതിയ ശീലങ്ങളൊക്കെ? അത് ചോദിക്കാൻ നീ ആരാടി? ഇതെൻ്റെ റൂമാണ്, എൻ്റെ ഇഷ്ടം." അവളെ പുച്ഛിച്ചുകൊണ്ട് അവൻ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ മെല്ലെ നിറഞ്ഞു വന്നു. "അപ്പോൾ ഞാൻ ആരുമല്ലേ നന്ദേട്ടാ?" "അല്ല." ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അവന് ആ മറുപടി പറയാൻ. ഇത്തവണ സങ്കടത്തോടൊപ്പം ചെറുവാശിയും അവളിൽ ഉടലെടുത്തിരുന്നു.
എന്നാ നന്ദേട്ടനും ഇനി മുതൽ എൻ്റെ ആരുമല്ല, നിനക്ക് കാണണ്ട. എന്നാ ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന്. നിന്നെ ഞാനല്ലല്ലോ ഇവിടേക്ക് ക്ഷണിച്ചത്. വലിഞ്ഞു കയറി വന്നിട്ട് മനുഷ്യന്റെ സമാധാനം കളയാതെ നാശമൊന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ? അത് പറയുന്നതിൻ്റെ ഒപ്പം ത്രിലോക് ചേർ പിറകിലേക്ക് ചവിട്ടി നീക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. പെട്ടെന്നുള്ള ആ ഭാവത്തിൽ അവളൊന്ന് കിടുങ്ങി. കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ഇല്ല, ഇനി നിങ്ങളെൻ്റെ ആരുമല്ല. എന്നോട് ഈ കാണിക്കുന്നതിലൊക്കെ നന്ദേട്ടൻ ഇനി അറിയും, നോക്കിക്കോ. നന്ദേട്ടൻ്റെ മുന്നിൽ പോലും ഞാൻ ഇനി വരില്ല. ആ വരണ്ട, നിന്നെ എനിക്ക് വേണ്ട. ദേഷ്യം നിറച്ച് മൂർച്ഛിച്ച വാക്കുകൾ. എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ കാണിച്ചു തരാം. അത്രയും പറഞ്ഞുകൊണ്ടവൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ത്രിലോക് ഇരും കൈയും ചുരുട്ടി ആ ടേബിളിൽ ആഞ്ഞടിച്ചു. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഗൗരി കരയുകയായിരുന്നു. എന്നാൽ ശിവയിലെ ഭാവം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ സന്തോഷത്തിന്റെ ഒരു ചെറുനാളം ഉയരുമ്പോൾ അതിന് അല്പായുസായിരുന്നു. തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഗൗരിയെ കാണുക സഹിക്കാൻ കഴിയാത്ത ഒരു വേദന തിങ്ങി നിറഞ്ഞു അവളിൽ. നിനക്ക് കഴിയില്ല ശിവകുട്ട, എൻ്റെ നന്ദേട്ടനില്ലാതെ നിനക്ക് കഴിയില്ല. അത്രയും സ്നേഹിച്ചു പോയി ഞാൻ. നിനക്കൊരു ജീവിതമുണ്ടെങ്കിൽ നന്ദേട്ടൻ്റെ കൂടെ മാത്രമായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ആരെയും ഞാൻ സ്വീകരിക്കില്ല, അത് ഉറപ്പാ. ശിവ മൗനമായി നോക്കി നിന്നു അവളെ, അത് തീർത്തും നിർവികാരത്തോടെ. എൻ്റെ യക്ഷിയമ്മേ, ഞാൻ എന്താ ചെയ്യുക? വിട്ടുകൊടുക്കണോ ഞാൻ? നിനക്കുള്ളതല്ലേ നന്ദേട്ടൻ? ഗൗരിയേച്ചി ഏട്ടനെ ഇത്രയും സ്നേഹിക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ഒക്കെ ചതിയാവില്ലേ? വേണ്ട, ശിവയ്ക്കൊന്നും വേണ്ട. ഇനിയുള്ള കാലം മുഴുവൻ ഈ തറവാട്ടിലെ ഒരു മൂലയിൽ ഒതുങ്ങി കൂടിക്കോളാം ഞാൻ. എല്ലാം മറന്നോളാം ഞാൻ. എൻ്റെ ഗൗരിയേച്ചി എടുത്തോട്ടെ നന്ദേട്ടനെ, അല്ലാതെ ഈ കരച്ചിൽ കാണാൻ വയ്യ എനിക്ക്. ഹൃദയം കീറി മുറിയുന്ന വേദനയിൽ അവളുടെ ഉള്ളു പുലമ്പുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ചുണ്ടുകൾ വിതുമ്പി വിറച്ചു. നീ എന്തിനാ ശിവകുട്ടാ കരയണേ? ചേച്ചിക്ക് വിഷമമൊന്നുമില്ല, എൻ്റെ കുട്ടി കരയണ്ട. ഗൗരി അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ശിവ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഗൗരിയേച്ചി സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാവും. നന്ദേട്ടനുമായുള്ള പിണക്കമൊക്കെ വേഗം മാറും. ഞാൻ യക്ഷിയമ്മയോട് പ്രാർത്ഥിക്കാം. ശിവ പറയുന്നത് കേൾക്കുമ്പോൾ ഗൗരി മൃദുവായി അവളുടെ കവിളിൽ മെല്ലെ തലോടി. ചേച്ചി കാവിലേക്ക് വരണില്ലേ? ഇല്ലടാ, മോള് പൊയ്ക്കോ, ചേച്ചി ഒന്ന് കിടക്കട്ടെ. തലയൊക്കെ ഭയങ്കര വേദന. മറുപടി കാത്തു നിൽക്കാതെ ഗൗരി തിരിഞ്ഞു നടക്കുമ്പോൾ ശിവ അവൾ പോകുന്നത് നോക്കി നിന്നു. പിന്നെ മെല്ലെ കാവിലേക്ക് നടന്നു.